नमस्ते बच्चों, आज हम हिंदी का क्लास शुरू करते हैं। हिंदी कक्षा में आपको स्वागत। आज हम प्रभात जी के एक कहानी पढ़ने जा रहे हैं। हिंदी के प्रसिद्ध कवि युवा कवि है प्रभात जी। वे साथ साथ एक कहानीकार भी है। उनकी एक अच्छी कहानी हम आज पढ़ेंगे। कहानी का नाम है बीर बहुटी। बीर बहुटी बारिश की मौसम में खेती और हरियाली में देखने वाली एक छोटी सी प्राणी है, लेकिन कहानी तो उनके बारे में नहीं, 5वीं कक्षा में पढ़ने वाले 2 बच्चों के बारे में लिखे गए कहानी है। तो चलें आज हम बीर बहुटी पढ़ाए। बीर बहुटी। बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उसमें बचा हुआ था। മഴ നന്നായി പെയ്തു, ഇനിയും പെയ്യാനുണ്ട്. വേ ഖേതോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുവേ ദേ. അവ മേഘങ്ങളിങ്ങനെ കൃഷിസ്ഥലങ്ങൾക്കും കാടുകൾക്കും ഒക്കെ മുകളിൽ ഇങ്ങനെ പരന്നു കിടന്നു. സാരാ ആകാശ് മേഘോം സെ ഭരാത. ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. മേഘോം കി ഛായാओं में गीली हवाएं इधर उधर घूम रही थी. മേഘങ്ങളുടെ നിഴലിൽ ഈ കാറ്റ്, തണുത്ത കാറ്റ് ഇങ്ങനെ കറങ്ങി നടന്നു. പേടോം കെ തനെ അബി ബി ഖീലേ ദേ. വൃക്ഷങ്ങളുടെ തടികൾ ഇപ്പോഴും നനഞ്ഞിരുന്നു. മൂംഗ് ഫലിയോം കെ ഹരേ ഖേത്തോമേ പീലേ ഫൂൽ അബി ബി ഗീലേ ദേ. നിലക്കടല പാടങ്ങളിലുള്ള ആ പച്ചപ്പിൻ്റെ മുകളിൽ അതിൻ്റെ മഞ്ഞ പൂക്കൾ ഇപ്പോഴും നനഞ്ഞിരുന്നു. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജറ ഉഗാദ. കൃഷിസ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ചോളത്തൈകൾ മുളച്ചു വന്നിരുന്നു. ബാജറയ്ക്ക് ലംബെ പത്തലെ പാത്തോമേ പാനിക്ക് ബൂന്തേ മടക്കി ഹുയി. ആ ബാജറയുടെ മെലിഞ്ഞ് നീണ്ട ഇലകളിൽ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലി ഖേത്തോമേ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ധൂലി ഹുയി. ആ മഴയുടെ തണുത്ത കാറ്റിൽ കൃഷിസ്ഥലങ്ങളിൽ മുഴുവൻ ആ മഴയുടെ തണുപ്പിൻ്റെ ഗന്ധം ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. ഉനേ ബീർ ബഹൂട്ടിയോൻ സെ മിൽനാ ഹോത്താതാ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സെ കുച്ച് സമയ പഹലെ നിക്കൽ ആത്തേ ദേ. അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് കുറച്ചധികം നേരത്തെ പുറപ്പെടുമായിരുന്നു. കസ്ബേ സെ സട്ടേ ഇൻ ഖേത്തോമേ ബീർ ബഹൂട്ടിയാം ഖോജാ കർത്തേ ദേ. എന്നിട്ട് പട്ടണത്തോട് അടുത്ത് നിൽക്കുന്ന ഈ കൃഷിസ്ഥലങ്ങളിൽ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം. നല്ല ചുവന്ന മൃദുലമായ കോമളമായ ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അവയെ കണ്ടാൽ തോന്നും നിലത്തിങ്ങനെ എഴഞ്ഞു നടക്കുന്ന ചെറിയ ചെറിയ രക്തത്തുള്ളികളാണോ എന്ന്. ഉൻകെ ബസ്തേ ഉൻകെ പീട്ട് പർ ലതേ ഹോത്തേ ദേ കന്തോം പർ ടങ്കെ ഹോത്തേ ദേ. അവരുടെ സ്കൂൾ ബാഗുകൾ അവരുടെ പുറത്ത് ഷോൾഡറിനോട് ചേർന്ന് പുറത്ത് തൂങ്ങിക്കിടക്കുമായിരുന്നു. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर ബീർ ബഹൂട്ടിയാം കോച്ചത്തെ ദേ. പറയുകയാണെങ്കിൽ അവർ അത്രയും അടുത്തിരുന്നുകൊണ്ട്, അവരുടെ ദോസ്തി അത്രയും അടുത്തതായിരുന്നു. അതുകൊണ്ട് അവരെ അത്രയും അടുത്തിരുന്നുകൊണ്ടാണ് ആ ബീർ ബഹൂട്ടികളെ തിരഞ്ഞിരുന്നത്. ഉन्हें देखने के लिए वे बारिश की गंध भरी पूरी ज़मीन पर बैठ जाया करते थे. ആ ബീർ ബഹൂട്ടികളെ തിരയാൻ വേണ്ടി അവർ നനഞ്ഞ മണ്ണിൽ ഇരിക്കാറ് പോലും ഉണ്ടായിരുന്നു. ബേല देखो इस बीर बहुटी का रंग तुम्हारे रिबन जैसा लाल है. സാഹിലിനെ കഹ. സാഹിൽ പറഞ്ഞു, ബേല നോക്കിയേ, ഈ ബീർ ബഹൂട്ടികളുടെ നിറം നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. തുമ്നെ കുച്ച് സുനാ ബേല. നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ഹാ സുനാ, പഹലി ഘണ്ടി ലഗ് ഗയി. ആ കേട്ടു, ഫസ്റ്റ് ബെല്ലടിച്ചിരിക്കണു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ബി ബർവാനി സെ ദുക്കാൻ സെ. അയ്യോ, എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. 1981 का साल, 1981 വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियाँ और माल गाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിനടുത്ത് രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് യാത്രാവണ്ടികളും ചരക്ക് വണ്ടികളും എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഫുലേറ ജംഗ്ഷൻ. കസ്ബേ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയാം. ആ പട്ടണത്തിൻ്റെ അടുത്തുള്ള എപ്പോഴും ശൂന്യമായി കിടക്കുന്ന തെരുവുകൾ.
ഗലിയോ മേ ഖാമോശ് ഖടെ ബിജ്ലി കെ ഖംബെ, ആ തെരുവുകളിൽ നിശബ്ദരായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംബോം കെ ബീച്ച് ഖിഞ്ചി താരോം കി കത്താരേം, ആ പോസ്റ്റുകൾക്കിടയിൽ വലിച്ചു കെട്ടപ്പെട്ട കമ്പികളുടെ നിര. ഇൻ ഗലിയോ മേ ജഹാൻ തഹാൻ ദിഖായി പട്ടെ മീട്ടി ഖണ്ടിയാം ബജാത്തെ ഫേരി വാലെ, ആ ഇൻ ഗലിയോ മേ, ആ തെരുവുകളിൽ അവിടെ എവിടെയായിട്ട് നല്ല സുന്ദരമായി മണിമുഴക്കുന്ന ഫേരി വാലെ, കാൽനട കച്ചവടക്കാർ. നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ബോംബെ മിഠായിയൊക്കെ പോകുന്നത്, പഞ്ഞി മിഠായിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ മണിയടിച്ച് പോകുന്നത്, അതുപോലെയുള്ള കാൽനട യാത്രക്കാർ മാത്രമേ ആ തെരുവുകളിലുള്ളൂ. एक अंधेरी सी गली में 6-7 गद्दों की घूरें की टापों की आवाज़ें, ഇടുങ്ങിയ തെരുവുകളിൽ 6-7 കഴുതകളുടെ കുളമ്പടിയുടെ ശബ്ദം. ഉൻകെ പീച്ചെ ചൽത്താ ഏക് ബദൻ ഉഖാടെ കുമ്ഹാർ, അവർക്ക് പുറകിലായിട്ട് നടന്നു വരുന്ന ഒരു അല്പമാത്രം വസ്ത്രം ധരിച്ച ഒരു കുശവൻ. ഇസി ദൃശ്യ കെ ബീച്ച് സെ ഗുസർത്തെ ഹുവേ 2 സ്കൂളി ബച്ചേ ബേല और സാഹിൽ, അവർക്കിടയിലൂടെ ഇവയ്ക്കൊക്കെ ഇടയിലൂടെ നടന്നു വരുന്നു 2 സ്കൂൾ കുട്ടികൾ, ബേലയും സാഹിലും. ഉൻ ദിനോം പെൻമേ 5 പൈസമേ നീലി സ്യാഹി ഭരി ജാത്തി തീ, ആ കാലത്ത് 5 പൈസയ്ക്ക് ഒരു പേന മഷി നിറച്ച് കിട്ടുമായിരുന്നു. ദുക്കാൻ വാലേനെ സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തേ ദേ, കടക്കാരൻ അതിൽ ഡ്രോപ്പർ ഉപയോഗിച്ചാണ് പേനയിൽ മഷി നിറച്ച് കൊടുത്തിരുന്നത്. പെൻമേ കുച്ച് സ്യാഹി ബച്ചീതി, പേനയിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ഉസേ സ്യാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ, അത് സാഹിൽ മണ്ണിൽ അത് കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ, അങ്ങനെ പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടാളും കടയിലേക്ക് കയറി. സാഹിൽ സെ പഹലെ ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേന മഷി തരൂ. സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, സാഹിലിന് മുമ്പ് ബേലയാണ് പറഞ്ഞത് ഒരു പേന മഷി നിറച്ച് തരൂ. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി, അബ് തോ കൽ ഹി മിൽ പായേഗി, മക്കളെ മഷിക്കുപ്പി ദേ ഇപ്പോൾ കാലിയായുള്ളൂ, ഇനിയിപ്പോൾ നാളെ കിട്ടുള്ളൂ. ലേക്കിൻ इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया, ബേല ബോലി. അയ്യോ, ഇവനാണെങ്കിൽ ആ പേനയിലും ഉണ്ടായിരുന്ന മഷിത എവിടെ കുടഞ്ഞു കളഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഖടെ കോ നഹി ഡുലാനാ ചാഹിയേ, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, മക്കളെ മേഘങ്ങൾ കണ്ടിട്ട് കുടത്തിലെ വെള്ളം കമഴ്ത്തി കളയരുത്. ബാദൽ കോ ദേഖ് കർ ഖടെ കോ ഡുലാനാ നഹി ചാഹിയേ, इसका मतलब क्या है? जो बादल आकाश में छा जाते हैं वे सब बरसेंगे नहीं, जो खड़े में पानी बचा हुआ है उसे ढुलाना मूर्खता है. यहाँ साहिल ने भी क्या किया, उसके पेन में जो स्याही बची थी उसे ज़मीन पर छिड़क दिया. जब वो दुकान पर पहुंचा तो वहाँ स्याही नहीं है. तो क्या करें, हम कभी भी ऐसा नहीं करना चाहिए बच्चों. कौन सी में पढ़ते हो, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 5वीं में, 5ാം ക്ലാസ്സിൽ. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. സാഹിൽ അത് പറയുന്നത് കേട്ടാൽ തോന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത് വലിയൊരു പാപമാണോ എന്ന്. ദോനോം, രണ്ടാളും, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, ദുക്കാൻദാർ കടക്കാരൻ ചോദിച്ചു. हाँ दोनों, हम दोनों एक का सेक्शन भी एक ही है. बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അതെ, ഞങ്ങൾ രണ്ടാളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബേല അത് പറയുന്നത് വലിയൊരു കാര്യം പറയുന്നത് പോലെയാണ്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടാളും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേ. കോപ്പി എഴുതുകയാണെങ്കിൽ രണ്ടാളും ഒരുപോലെ എഴുതുമായിരുന്നു. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. പുസ്തകം പഠിക്കുകയാണെങ്കിൽ രണ്ടാളും പുസ്തകം പഠിക്കുമായിരുന്നു. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ. പാഠം പോലും അവർ ഒന്നാണ് വായിച്ചിരുന്നത്. സാഹിൽ ചമക് ഉഠി സൻ 57 में वो तलवार पुरानी थी. സാഹിൽ വായിക്കുന്നു, ചമക് ഉഠി वो तलवार पुरानी थी. पढ़ता तो बेला भी जल्दी बुक लेते हैं और पढ़ते हैं. चमक उड़ी सन 57 में वो तलवार पुरानी थी पढ़ती थी. बेला कहती, बहन जी पानी पीने चला जाऊं. साहिल भी कहता, बहन जी पानी पीने चला जाऊं.
गणित के माठ साहब सुरेंद्र जी का पीरियड खेलखंडी के बाद आता था. കണക്ക് മാഷ് സുരേന്ദർജിയുടെ പീരീഡ് എപ്പോഴും ഇൻ്റർവെല്ലിന് ശേഷമാണ് വരാറ്. ബച്ചെ ഉസ്സെ കാമ്പത്തെ थे, കുട്ടികൾക്ക് അയാളെ ഭയമായിരുന്നു. और खेलखंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ഇൻ്റർവെല്ല് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ വന്ന് അവരവരുടെ സ്ഥലത്ത് അടങ്ങിയിരിക്കുമായിരുന്നു. സുരേന്ദർ ജി മാഷ് സാബ് ഇസി പീരീഡ് കാപ്പി ജാഞ്ചത്തെ थे. സുരേന്ദർ മാഷ് ആ സമയത്താണ് കോപ്പി ചെക്ക് ചെയ്തിരുന്നത്. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे. ചെറിയ തെറ്റ് കണ്ടാൽ മതി കുട്ടികളെ വലിച്ചെറിയുമായിരുന്നു. ഇസി പീരീഡ് മേ और झापड़ मारते थे. മാത്രമല്ല നല്ല അടി ചുട്ട പെട വെച്ച് കൊടുക്കുമായിരുന്നു. उनका हाथ चलना शुरू होता तो रुकना भूल जाता. അദ്ദേഹം അടി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുക എന്നുള്ളത് മറന്നു പോകുമായിരുന്നു. एक दिन सुरेंद्र माठ साहब जी बेला के बालों में पंजा फसाया. ഒരു ദിവസം സുരേന്ദ്ര മാഷ് ബേലയുടെ മുടികളിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഇറുക്കി പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. എന്നാൽ ആ ബേലയുടെ മുടി പിടിച്ചത് അത് തെറ്റേ അല്ലായിരുന്നു. उन्होंने बेला को छोड़ दिया. അത് മനസ്സിലായപ്പോൾ അദ്ദേഹം ബേലയെ വിട്ടു. बेला के भयभीत चेहरे को देखकर साहर बुरी तरह से डर गया था. ബേലയുടെ പേടിച്ചിരണ്ട മുഖം കണ്ടപ്പോൾ സാഹിൽ അതിലേറെ പേടിച്ചു പോയിരുന്നു. उसने देखा कि बेला के पाव अभी भी कांप रहे हैं. അയാൾ നോക്കി കണ്ടു അപ്പോൾ ബേലയുടെ കാലുകൾ എപ്പോഴും വിറച്ചുകൊണ്ടിരുന്നു. ജയ്സേ വോ ഖടേ ഖടേ അഭി ഗിർ ജായേഗി. അത് കണ്ടാൽ തോന്നും ബേല ഇപ്പോൾ വീണു പോകുമോ എന്ന്. सुरेंद्र जी माठ साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. സുരേന്ദർ മാഷ് സാബ് അവളുടെ കോപ്പി അവളുടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, बैठ अपनी जगह पर, പോയിരിക്കും നിന്റെ സ്ഥലത്ത്. बेला का मन बहुत खराब हो गया. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു പോയി. മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ. മാട്ട് സാബ് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷേ वो साहिल के सामने नहीं. അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ടാകരുതായിരുന്നു. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾക്ക് സ്വയം നാണക്കേട് തോന്നിയിരുന്നു. क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. എന്തുകൊണ്ടെന്നാൽ അവൾക്കറിയാമായിരുന്നു അവൾ സാഹിലിൻ്റെ മുന്നിൽ വളരെ നല്ല കുട്ടിയാണെന്ന്. जब वो उसके पास आकर बैठी उससे नज़र नहीं मिला पाई. അത് കഴിഞ്ഞ് അവൾക്ക് അവൻ്റെ മുന്നിൽ അടുത്ത് വന്നിരുന്നപ്പോൾ അവനെ നോക്കാൻ പോലും അവൾക്ക് സാധിച്ചില്ല. ഭയങ്കര ദുഃഖത്തോടു കൂടിയായിരുന്നു അവൾ അവിടെ ചെന്നിരുന്നത്. आज की कक्षा हम यहाँ समाप्त करते हैं. धन्यवाद.